പ്രതിഷേധം തുടരുകയാണ്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. CJP സമരത്തിലെ വെല്ലഞ്ച് ആക്രമണത്തിൽ പരുക്കേറ്റ വിദ്യാർത്ഥിയുമായുള്ള പ്രതിഷേധം അവിടെ തുടരുന്നു. കൂടുതൽ നേതാക്കൾ രാഹുലിന് പിന്തുണയുമായി അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച. ജയറാം രമേശിനെ കടത്തിവിടാൻ പോലീസ് തയ്യാറായില്ല എന്ന വാർത്ത വന്നിരുന്നു. സ്റ്റേഷന് പുറത്ത് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. അവിടെ നിന്നും നോബിൾ മാരിക്കാരനും YS അഭിനന്ദനും നമുക്കൊപ്പം ചേരുന്നു. നോബിൾ മാരിക്കാരനിലേക്ക്. നോബിൾ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? भी है तो ऐसे जो बड़े नेता हैं അശ്വതി, വലിയ പ്രതിഷേധമായി എന്താണെങ്കിലും മാറിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ രഘുപതി രാഘവ രാജാറാം പാടിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ഒരു വശത്ത് രാഹുൽ ഗാന്ധി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്. അതിന്റെ മറ്റു വശത്തായി പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് അകത്ത് അവരുടെ മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തിഗാനം പാടിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ദ്രുതകർമ്മസേന പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ കൂടി ഇപ്പോൾ പോലീസ് സ്റ്റേഷന് അകത്ത് വിന്യസിച്ചിരിക്കുന്നു. സുരക്ഷാ മുൻതൂക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ. കാരണം നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് ഇരച്ചു കയറുമ്പോൾ വലിയ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് പ്രവർത്തകർ അനായാസം പ്രിയങ്ക ഗാന്ധിക്കൊപ്പം തന്നെ ഈ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് വരാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദ്രുതകർമ്മസേനയെ ഇവിടെ വിന്യസിച്ചുകൊണ്ട് കൂടുതൽ സുരക്ഷ ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ദില്ലി പോലീസിനൊപ്പം തന്നെ CRPFന്റെയും അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുടെ CRPF സുരക്ഷയാണ്. CRPF ഉദ്യോഗസ്ഥർ പ്രത്യേകമായി തന്നെ ഒരു കയർ കെട്ടിക്കൊണ്ട് ഇവിടെ ഒരു പ്രത്യേക സുരക്ഷാ വലയം തീർക്കാനാണ് ഒരുങ്ങുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രത്യേക സുരക്ഷ, CRPFന്റെ സുരക്ഷ ഇവിടെ കൂടുതൽ സുരക്ഷാ വലയം തീർക്കുന്നു. അതോടൊപ്പം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൂടുതലായി വിന്യസിച്ചിരിക്കുന്നു. ഒരു വശത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ സൽമാൻ ഖുർഷിദ്, അതോടൊപ്പം ജയറാം രമേശ്, ഒപ്പം അധീർ രഞ്ജൻ ചൗധരി അടക്കമുള്ള ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. MPC സുർജേവാല അടക്കമുള്ള നേതാക്കളുണ്ട്. ഈ നേതാക്കൾ പ്രധാന കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമ്പോൾ അതിന്റെ മറുവശത്തായി കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഭാഗത്ത് പാട്ടൊക്കെ പാടി, അതായത് രഘുപതി രാഘവ രാജാറാമൊക്കെ പാടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. ഇതിപ്പോൾ പാർലമെന്റ് പോലീസ് സ്റ്റേഷന്റെ പ്രധാന കവാടം പ്രവർത്തകർക്ക് മുന്നിൽ അടച്ചിട്ടുണ്ട്. ഈ പ്രധാന കവാടത്തിന് പുറത്തും ഒരുപാട് പ്രവർത്തകർ പ്രതിഷേധവുമായി തുടരുന്നുണ്ട്. പ്രവർത്തകർക്ക് ഇപ്പോൾ അകത്തേക്ക് വരാൻ എന്താണെങ്കിലും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകരെ അകത്ത് പ്രവേശിപ്പിച്ച് അത് കൂടുതൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്താണെങ്കിലും ഈ പ്രധാന കവാടം, പോലീസ് സ്റ്റേഷന്റെ പ്രധാന കവാടം അടച്ചുകൊണ്ടുള്ള തീരുമാനത്തിന്റെ കാര്യങ്ങൾ പോയിക്കുന്നത് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോഴും രഘുപതി രാഘവ രാജാറാം പാടിക്കൊണ്ട് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. പ്രവർത്തകരുടെ പ്രതിഷേധം എന്താണെങ്കിലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പ്രവർത്തകർ പ്രതിഷേധവുമായി ഇവിടെ തുടരുകയാണ്. പ്രതിഷേധം ഇവിടെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ ഈ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഈ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറി വന്ന പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ പാട്ടുപാടിയുള്ള പ്രതിഷേധം നടത്തുകയും സമാധാനപരമായി നമ്മൾ പ്രതിഷേധിക്കുന്നതിന് സന്ദേശം കൂടി നൽകിയാണ് പ്രവർത്തകരുടെ ഈ ഭാഗത്തുള്ള പ്രതിഷേധത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവ് അടുക്കിൽ നിന്ന് ഗാനം പാടിക്കൊടുക്കുന്നത്, അതിന് പിന്നാലെ പ്രവർത്തകർ എന്താണെങ്കിലും മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ്. നമുക്ക് ഇവരോട് ചോദിക്കാവുന്നതാണ് ഇപ്പോൾ എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്ന്. വലിയ പ്രതിഷേധം. राहुल गांधी जी एक छोटी सी बात के लिए आए हैं यहाँ FIR कराने के लिए. ये तो लोकतंत्र का स्वतंत्र अधिकार होना चाहिए कि कोई भी आदमी हो उसको FIR दर्ज होनी चाहिए. इतनी बड़ी विपक्षी नेता विपक्ष यहाँ FIR लिखाने आए. कितनी तानाशाही चल रही है. अभी कितना टाइम लगेगा इधर? कितना टाइम आप प्रोटेस्ट करेगा इधर? हम यहाँ जब तक राहुल गांधी और प्रियंका गांधी यहाँ रहेंगे तब तक रहेंगे. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്രയും നേരം ഇവിടെ പ്രതിഷേധം തുടരും, അത്രയും നേരം ഇവിടെ പ്രതിഷേധമായി തുടരും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പല നേതാക്കളും നിലവിൽ ഇവിടെ പ്രതിഷേധവുമായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നാണ് പോലീസും ഇതിൽ ചർച്ചകൾ നടത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എത്രയും വേഗം ഇതിൽ FIR ഇട്ടെങ്കിൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് കോൺഗ്രസ് കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇവിടെ നിന്ന് കസ്റ്റഡിയെടുത്ത് നീക്കാനുള്ള സാധ്യതയും നമ്മൾ കേട്ടിൽ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അതിലൂടെ ഭാഗമായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ ദ്രുതകർമ്മസേനയെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനകത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. അതാണിപ്പോൾ പോലീസ് അവിടെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടൊക്കെ തടഞ്ഞിരിക്കുന്ന പ്രവർത്തകരെ. ഇനിയിപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും കോൺഗ്രസിന്റെ ദില്ലിയിലെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തുന്നു. അതുപോലെ തന്നെ മറുവശത്ത് കൂടുതൽ സേനയെ വിന്യസിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നോബിൾ മാരിക്കാരനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗം മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.